സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിംഗ് ഹാളിലേക്ക് കയറുന്ന വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെറിയൊരു ഫോയർ സ്പേസ് കൊടുത്ത് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ആ സോഫ സെറ്റും ടി വി യൂണിറ്റും എല്ലാം വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 12 ഫീറ്റ് വീതി കിട്ടുന്നത് പോലെയാണ് നമ്മൾ ഈ ലിവിംഗ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അതേ ഒരു അളവിൽ തന്നെയാണ് ഫോയറിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള കോർട്ട്യാർഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗ് ഹാളിൽ നിന്നും ഒരുപോലെ വ്യൂ കിട്ടുന്ന പോലെയാണ് ഈ കോർട്ട്യാർഡ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 4.2 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു വലിയ ഡൈനിങ് ഏരിയ ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്നിട്ട് ഒരു ബേ വിൻഡോവും അതിന് കുറച്ച് മാറിയിട്ട് നമ്മളൊരു വാഷ് ഏരിയയും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് കിച്ചൺ നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കോർട്ട്യാർഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫോയറിലൂടെയാണ് പൂജാമുറിയിലേക്കും അവിടുന്ന് ബെഡ്റൂമിലേക്കും നമ്മൾ എൻട്രി കൊടുത്തിരിക്കുന്നത്. 2200 സ്ക്വയർ ഫീറ്റിലാണ് 3 BHKയിലുള്ള ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള അടിപൊളി പ്ലാനുകൾക്കായിട്ട് പേജ് മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോളൂ. ബെഡ്റൂം എൻട്രൻസിന് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തിരിച്ച് ഗ്ലാസ് എൻക്ലോഷർ വെച്ചിട്ട് നമ്മളത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാന് നമ്മൾ നാളെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 3.6 മീറ്റർ വീതിയും 3.9 മീറ്റർ നീളവും കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.